തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താഴെ നാദരാഗമായി റേഡിയോ റംഗ് color your life. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താഴെ നാദരാഗമായി റേഡിയോ റംഗ് color your life. നമസ്കാരം. റേഡിയോ രംഗിന്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നതോടൊപ്പം റേഡിയോ രംഗിന്റെ എല്ലാ RJSന്റെ പേരിലും എല്ലാ VJSന്റെ പേരിലും നവവത്സര ആശംസകൾ നേരുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പുതുവത്സരത്തിലെ ആദ്യത്തെ ലൈവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഗായകനെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ സിംഫണി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ പാട്ടുകളും ആസ്വാദ്യമാകുന്നത് നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ ഒരു CD വെച്ച് പ്ലെയർ ചെയ്യുന്നതിനേക്കാളേറെ ഒരു ഗായകൻ അത് വേദിയിൽ പാടി അവതരിപ്പിക്കുമ്പോഴാണ്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഉത്സവ പറമ്പുകളിലും ഗാനമേള വേദികളിലുമുള്ള കേരളത്തിൽ നിരവധി, ഇന്ത്യയിൽ ഒട്ടുക്കുമുള്ള നിരവധി ഇത്തരത്തിലുള്ള ഗായകർ ഉണ്ടെങ്കിൽ പോലും ഓരോ വേദികളിലും അവർ ആ ഗാനം പാടിക്കഴിയുന്നതോടുകൂടി വിസ്മരിക്കപ്പെടുകയാണ് പലപ്പോഴും. അത്തരം നിരവധി ഗായകർ നമുക്കിടയിൽ പ്രവാസ ലോകത്തുമുണ്ട്. അവരുടെ ജീവിത മാർഗങ്ങൾക്കിടയിൽ, ജീവിത ഉപാധി തേടുന്നതിനിടയിൽ കലയെ മുറുകെ പിടിക്കുകയും പാട്ട് നഷ്ടപ്പെടാതെ കല കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് പ്രവാസ ലോകത്ത്. അത്തരം ഒരു കലാകാരനെയാണ് ഇന്ന് സിംഫണിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നത്. നിരവധി വേദികളിൽ കിഷോർ കുമാറിന്റെയും കുമാർ സാനുവിന്റെയും അല്ലെങ്കിൽ മലയാളത്തിലെയും തമിഴിലെയും നിരവധി പ്രമുഖ ഗായകരുടെ പാട്ടുകൾ വീണ്ടും പാടി ആസ്വാദകരെ പുളകം കൊള്ളിച്ച ഒരു ഗായകൻ. അത് മറ്റാരുമല്ല, ശ്രീ അനിൽ നാരായണൻ. അനിൽ നാരായണനെ സ്വാഗതം ചെയ്യുന്നു സിംഫണിയുടെ ഈ വേദിയിലേക്ക്, റേഡിയോ രംഗിന്റെ ഈ വേദിയിലേക്ക്. അനിൽ, അപ്പൊ സ്നേഹം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എന്തായാലും ഞാൻ കൈ തരുന്നില്ല. ഈ പ്രത്യേക കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മളുടെ കൈകൾ നമ്മൾ കൊടുക്കാൻ തുനിയുന്ന ഓരോ കൈകളും തനിയെ പിൻവലിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ കൈ നൽകാൻ കഴിയില്ല. എന്തൊക്കെയുണ്ട് അനിൽ വിശേഷം? സുഖം തന്നെ, ഇങ്ങനെ പോകുന്നു. അനില് ബഹ്റൈനിലെ ഒരുപാട് കാലമായി എന്ന് എനിക്കറിയാം. സൗദിയിലും ബഹ്റിനുമുള്ള നിരവധി ആളുകളെ പാട്ടുപാടി രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? എത്ര വർഷമായി? 24 years, 24 വർഷം. ഒരു 2 ലക്ഷത്തിലധികം ആളുകളെ ആസ്വദിച്ചിട്ടുണ്ടാവും അല്ലെ? അതിനെക്കാളും ജാസ്തി. അനില് മലയാളിയാണെങ്കിൽ പോലും അദ്ദേഹം ബോംബെയിലാണ് ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ കുറച്ച് മലയാളം എന്നോട് ആദ്യം തന്നെ ഞാൻ ഈ അഭിമുഖത്തിൽ ഈ സിംഫണിയിലേക്ക് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ മലയാളം അങ്ങനെ പറയില്ല രാജീവ് ഭായ് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന്റെ ഭാഷ മലയാളം. എവിടെയാണ് ജനിച്ചതൊക്കെ? ബോംബെയില്. ഇപ്പൊ പിന്നെ കുറച്ച് ക്ലിയർ ആണ്. അല്ല, ശരിക്കും നാട് കേരളത്തിൽ എവിടെയായിരുന്നു? തലശ്ശേരി. തലശ്ശേരിക്കാരനാണെങ്കിൽ പോലും ജനിച്ചു വളർന്നത് ബോംബെയിലായതുകൊണ്ട് മലയാളിയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കൾ ക്ഷമിക്കണം. പക്ഷെ അദ്ദേഹത്തിന് പാടുമ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹിന്ദിയിലുള്ള ഉച്ചാരണം നല്ല. ഞാനൊക്കെ ഹിന്ദി പാടിയിട്ടുണ്ടെങ്കിൽ ആളുകൾ എഴുന്നേറ്റ് ഓടും. അപ്പോ അനിലിന്റെ ഹിന്ദി ഉച്ചാരണം വളരെ 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 മനോഹരമാണെന്ന് പലരും ഹിന്ദി ആസ്വദിക്കുന്ന ഒരുപാട് ആളുകൾ. അതുകൊണ്ട് തന്നെ ഹിന്ദി
ഒരുപാട് ലിസണേഴ്സും അദ്ദേഹത്തിന് ആരാധകരുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് തീർച്ചയായിട്ടും ബോംബെയിൽ എന്താണ് പോകാൻ കാരണം? ബോംബെയില് മാതാപിതാക്കൾ അവിടെയായിരുന്നു? ഫസ്റ്റ് അന്ന് ഒരു സ്വർണ്ണ നേന്ത്ര സമയമുണ്ട് ആയിരുന്നു. സ്വർണ്ണം നേന്ത്രം സ്വർണ്ണം ഇത്ര ആക്കി വെക്കാൻ പറ്റും. അപ്പൊ അച്ഛൻ ആ സമയത്ത് പോയതാ. സ്വർണ്ണ നിയന്ത്രണം. ഗോൾഡ് ഓക്കെ. അപ്പൊ അങ്ങനെ അച്ഛൻ അങ്ങനെ പോയതാ. പാരമ്പര്യമായി ഗോൾഡ് സ്മിത്ത്. ഓക്കെ. അപ്പൊ സ്വർണത്തിലാണ് ജനിച്ചത്. സ്വർണത്തിൽ ജനിച്ച് പറയാനേ പറ്റൂ. പക്ഷെ സ്വർണ്ണമാണ് താങ്കൾ, അത് പാട്ട് ഉള്ളത് കൊണ്ട് തന്നെ താങ്കൾ ആ സ്വർണം ഉണ്ട് എപ്പോഴും. താങ്കളുടെ പാട്ടിലും ആ സ്വർണ്ണം ഉണ്ട്. താങ്ക് യു. ഏതായാലും അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ. ഒരു കിഷോർ കുമാറിന്റെ ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത് ആദ്യം? ഓ മേരെ ദിൽ കെ ചൈൻ. കിഷോർ കുമാറിന്റെ വളരെ മനോഹരമായ ഒരു ഗാനത്തിലാണ് അനിൽ കരോക്കയുടെ സഹായത്തോടെ ഇന്ന് പാടുന്നത്. അപ്പോൾ ആസ്വദിക്കാം. നിങ്ങളെല്ലാരും സഹകരണം വേണം. ओ मेरे दिल के चैन, ओ मेरे दिल के चैन, चैन आए मेरे दिल को दुआ कीजिए। ओ मेरे दिल के चैन, चैन आए मेरे दिल को दुआ कीजिए। अपना ही साया देख के तुम जाने जहां शर्मा गए। अभी तो ये पहली मंजिल है, तुम तो अभी से घबरा गए। मेरा क्या होगा सोचो तो जरा, हाय ऐसे न आए बरा कीजिए। ओ मेरे दिल के चैन, चैन आए मेरे दिल को दुआ कीजिए। आपका आपका नाम मेरा तराना और नहीं, इन झुकती पलकों के सिवा दिल का ठिकाना और नहीं। आता ही नहीं आँखों में कोई, दिल तुमको ही चाहे तो क्या कीजिए। ओ मेरे दिल के चैन, चैन आए मेरे दिल को दुआ कीजिए। तो अकेला भी अक्सर गिर के संभल सकता हूँ मैं, तुम जो पकड़ लो हाथ मेरा दुनिया बदल सकता हूँ मैं। मांगा है तुम्हें दुनिया के लिए, अब खुद ही सनम फैसला कीजिए। ओ
ओ मेरे दिल की चैन चैन आए मेरे दिल को दुआ कीजिए ओ मेरे. അപ്പോ ഒരു ജൂനിയർ എന്താണ് ജൂനിയർ കിഷോർ കുമാർ എന്നാണ് അനിലിനെ പലപ്പോഴും അറിയപ്പെടുന്നത്. സൗദിയിലുള്ള അല്ലെ ജൂനിയർ കുമാർ ഷാൻ പറഞ്ഞത്. സോറി ജൂനിയർ കുമാർ സാനു. കുമാർ സാനുവിന്റെ സാദൃശ്യമുള്ള ശബ്ദം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ എന്തായാലും എല്ലാവരും പറയുന്നു. അതെന്താ ഈ ഹിന്ദി പാട്ടിനോട് അത്തരം ബോംബെ ജനിച്ചു വളർന്നുണ്ട്. ബോംബെ ജനിച്ചു വളർന്നുകൊണ്ടും പിന്നെ അതിന് മലയാളം അങ്ങനെ സ്ലാങ് കിട്ടൂല ആദ്യം. ഇത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുറച്ച്. അപ്പോ വീട്ടിലാരൊക്കെയാണ് പാട്ട് പാടുന്നത്? പാട്ട് പാടുന്ന അനിയനുണ്ട്, പക്ഷെ അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ മോള് ഉണ്ട് പാട്ട് പാടുന്നത്. എന്താ പേര്? ശ്വേത. എത്രയിലാ പഠിക്കുന്നത്? അവളിപ്പോ എൻട്രൻസിന് വേണ്ടി പഠിക്കാം. ശരി. വേദികളിലൊക്കെ പാടുമായിരുന്നു? വേദികൾക്ക് പാടില്ല, പക്ഷെ വീട്ടിലെല്ലാം ഇങ്ങനെ പാടും. ഇപ്പൊ ചെറിയ ട്വിൻസ് ഉണ്ട്, ആൺകുട്ടി പെൺകുട്ടി, ആണും പെണ്ണേ. അങ്ങനെ രണ്ടാളും ആർട്ട് പരമായിട്ടില്ല. പിന്നെ വൈഫും ആർട്ടിസ്റ്റാണ്. ഡ്രോയിങ്, ചിത്രം വരക്കല്ലേ. അപ്പോ എന്താണ് മലയാളം പാട്ടുകളോ അല്ലെങ്കിൽ മറ്റു ഭാഷ പാട്ടുകളൊന്നും പഠിച്ചിട്ടില്ല? തമിഴ് കുറച്ച് പാടും. അല്ല, ഇത്രയും വർഷം ബഹ്റൈനിൽ പാട്ട് മാത്രമായിരുന്നു ജോലി? ഇല്ല, ഞാൻ ജ്വല്ലറി ഇല്ല. എപ്പോഴാണ് പാട്ടിലേക്ക് തിരിഞ്ഞത് ബഹ്റിൽ വന്നിട്ട്? പാട്ടിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷം ഇവിടെ കഴിഞ്ഞപ്പോ ആയതാ. ആദ്യം പോസ്റ്റർ ഒട്ടിക്കാൻ പോകും പ്രോഗ്രാമിന്റെ. അപ്പൊ പ്രോഗ്രാമുകളിൽ കാഞ്ഞങ്ങാട് രാമേന്ദ്രന്റെ ഒരുമിച്ചെല്ലാം സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിന് തന്നെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകും. അതായത് ബഹ്റിനിലെ ആദ്യകാലങ്ങളിൽ മറ്റു പരിപാടികളുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ അനിൽ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് പാട്ടിലേക്ക് തിരിഞ്ഞത്. പക്ഷെ അന്നേരം തന്നെ പാട്ട് പാടേണ്ട ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പരിപാടി നടക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി പോസ്റ്റർ ഒട്ടിക്കാൻ കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റി നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പാടുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ല സുഖമല്ലേ, പൈസ കൊടുത്തിട്ട് പാടിയിട്ടുണ്ട്. അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ കൊടുത്തിട്ട് പാടുന്നില്ല, അവരെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കുക. സ്പോൺസർഷിപ്പിനെ അങ്ങനെ വിളിച്ചിട്ട് അന്നേരം ഇവിടെ ഓർക്കസ്ട്രയിൽ നിരവധി ഓർക്കസ്ട്രകളിൽ റഫീഖ്, കീബോർഡ് റഫീഖ്, മനോജ് വടകര. നാട്ടിലുണ്ടാകും, ഇന്ത്യയിലുണ്ടാകുമ്പോഴും ഒരുപാട് ബോംബെയിൽ പാടിയിട്ടുണ്ട്. ബോംബെയിൽ സ്കൂളിൽ മാത്രമേ അങ്ങനെ പാടുള്ളൂ. പിന്നെ അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ ചെയ്തു. ശരിക്കും പാടാൻ തുടങ്ങിയത് ബഹ്റിനാണ് പറയാം. എനിക്കൊന്ന് സൗദിയിലുള്ളവരാണല്ലേ കുറച്ചും കൂടി അനിലിന്റെ ആരാധകർ. സൗദീസ് ഉണ്ട്. പിന്നെ ഇവിടെ റഫേല് കുറച്ച് അറബീസ് ഉണ്ട്. ഞാൻ ലാൻഡൻസിൽ പാടിക്കൊണ്ടിരുന്നത്. ലാൻഡൻസിൽ അവര് എല്ലാം പ്രോഗ്രാം എല്ലാം തരും എനിക്ക്. റഫേലെല്ലാം വിളിക്കും അവര്. ബെർണീസ്. സ്റ്റേജ് പരിപാടികൾ എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം എന്താണ് അനിലിന്റെ? സ്റ്റേജ് പെർഫോമൻസ് പറഞ്ഞ ഞാൻ കലാഭവൻ മണിന്റെ ഒരുമിച്ചെല്ലാം പ്രോഗ്രാം ചെയ്തു. കലാഭവൻ മണിയുടെ പിന്നെ ജയറാം, ജഗദീഷ്, പിന്നെ റിമി ടോമി ആ സമയത്ത് ഫീൽഡിൽ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പൊ അടുത്ത് ജാസി ഗിഫ്റ്റിന്റെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്രൊഡ്യൂസേഴ്സ് മറ്റേ ഫിലിം ഡയറക്ടർ പേര് അറിയില്ല, അവരെനിക്ക് ഒരു 2000 രൂപ തന്നായിരുന്നു ഒരു പാട്ടിന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. നമ്മളെ ഒരു താടിയിലൊരു ഡയറക്ടർ ഇല്ലേ മലയാളം, കുറെ വർഷമായിട്ടില്ല, ഒരു 4-5 വർഷം. അപ്പൊ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരുപാട്. പിന്നെ സുരേഷ് ഗോപി എന്തായിരുന്നു, സുരേഷ് ഗോപി എന്നോട് 2-3 പാട്ട് പാടാൻ പറഞ്ഞു ലാൻഡൻസിൽ വന്ന സമയത്ത്. അപ്പൊ അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലെ? ഏതാണ് അടുത്ത പാട്ടിലേക്ക് പാട്ട് പാടുന്നത്? ഗർസെ നിക്കൽത്തേ വരെ. അതിനുമുമ്പ് നമ്മൾ ഓർക്കസ്ട്ര ഇല്ലാതെ ഒരു പാട്ട്, 1-2 പാട്ടുകൾ പാടാമോ? സാധാരണ മെലഡി എന്തെങ്കിലും? ഹിന്ദി പാട്ട് ഏതെങ്കിലും? ദിൽ ക്യാ കരേ ജബ് കിസി സേ किसी को प्यार हो जाए, जाने कहा कब किसी को किसी से प्यार हो जाए,
ऊंची ऊंची दीवारों सी इस दुनिया की रस्में, ना कुछ तेरे बस में झूली, ना कुछ मेरे बस में। दिल क्या करे जब किसी से किसी को प्यार हो जाए. ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം ബോംബെയിൽ ജസ്റ്റ് ഒരു യേശുദാസിനെ സുരമയാക്കിയുമ്മ പാടിയായിരുന്നു. അപ്പോ എന്റെ ഒരു ലേഡീസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് ഈ ഒരു പാട്ട് പാടാൻ വേണ്ടിട്ട് കിടക്കുന്നില്ല, കുട്ടി കിടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ എന്റെ പാട്ട് കേട്ടാൽ കുട്ടി ചിലപ്പം ഇതാവും. അപ്പൊ അതേ സമയത്ത് നോക്കുന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് കുട്ടി ഉറങ്ങി. സുരമയാക്കിയുമ്മ പാടിട്ട് രണ്ടുപേരും പാട്. सुरमई अखियों में नन्हा मुन्ना एक सपना दे जा रे, निंदिया की उड़ते पाकिरे, अखियों में आ जा साथी रे. रारी रारुम ओ रारी रू, रारी रारुम ओ रारी रू. ഇവിടെ പാടുന്ന സമയത്ത് രണ്ട് മിക്സ് ആക്കിയിട്ട് പാടും, സാമ്പാറാക്കിയിട്ട്. കണ്ണേ കലൈമാനെ കണ്ണിമയലെന്നെ കണ്ടേനുന്നെ നാനേ, അന്തിപ്പകലുന്നെ நான் காட்டிரே, ஆண்டவனை இதுதான் கேட்டிரே. ராரிராரும் ஓராரிரோ, രാരിരാരോ ഓരാരിരോ. യേശുദാസിന്റെ ഇപ്പോഴും എല്ലാ വേദികളിലും പാടി പാടി കേൾക്കുന്ന പാട്ടുകളാണ് അല്ലേ? ഇപ്പൊ കോമ്പറ്റീഷനിലെല്ലാം ചെറിയ കുട്ടികളെല്ലാം എടുക്കുന്ന കൂടുതലായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനത്തെ പാട്ടുകളാണ്. നമുക്ക് മറ്റ് പാട്ടുകളിലേക്ക് കടന്നു വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. റേഡിയോ രംഗിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി എന്റെ നവവത്സര ആശംസകൾ നേരുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി Radio Rang, color your life. നമസ്കാരം. റേഡിയോ രംഗ് സിംഫണിയിലേക്ക് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. അപ്പോ ഇന്ന് എന്നോടൊപ്പമുള്ളത് നല്ലൊരു ഗായകൻ, ബഹറിലെ മികച്ച ഒരു ഹിന്ദി ഗായകൻ അനിൽ ആണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കുറച്ച് പാട്ടുകളുമാണ് ഇന്ന് സിംഫണിയിൽ പ്ലേ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ കടന്നു വരാം. നല്ല നല്ല പാട്ടുകളും നല്ല നല്ല പാട്ടുകാരുടെ അവരുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ റേഡിയോ രംഗ് ഈ സിംഫണിയിലൂടെ നിങ്ങൾക്ക് കടന്നു വരാം. ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അനിൽ, അടുത്ത പാട്ട് ഏതാണെന്ന് പാടാം. അടുത്ത പാട്ട് എല്ലാരും പറയും എന്നോട് ഈ പാട്ട് പാടാൻ വേണ്ടിട്ട്. ഘർ സേ നിക്കൽത്തി അപ്പോ ആ പാട്ട് തീർച്ചയായും ആസ്വദിക്കാം. Hmm.
से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर। कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर। घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर। कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर। घर से निकलते ही मासूम चेहरा नीची निगाहें बोली सी लड़की बोली हदाएं। ना अप्सरा है ना वो परी है लेकिन ये उसकी जादूगरी है। दीवाना कर दे वो एक रंग भर दे वो शर्मा के देखे जिधर। घर से निकलते ही कुछ दूर चलते ही रास्ते में गए उसका घर। करता उसके घर के में फेरे हंसने लगे हैं अब दोस्त मेरे। सच कह रहा हूँ उसकी कसम है मैं फिर भी खुश हूँ। बस एक गम है जिसे प्यार करता हूँ मैं जिस पे मरता हूँ उसको नहीं है खबर। घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर। താങ്ക് യു. ഈ ശബ്ദം മാറ്റുന്നതാണോ അല്ല ശരി യഥാർത്ഥത്തിൽ അനിലിന്റെ ശബ്ദം ഇങ്ങനത്തെ മാറ്റി അല്ല ഒരു ഹിന്ദിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദം ഒരു ഹിന്ദി ടച്ചുള്ള ഇല്ല അത് ചില സമയത്ത് ഉദിത് നാരായണന്റെ ആ മൈൻഡിൽ വരുന്ന കൊണ്ട് അത് ചേഞ്ച്. ഒരുപാട് പേര് നമ്മുടെ പരിപാടി കാണാൻ ലൈവിലെത്തിയിരിക്കുകയാണ്. ജിജി മോൾ പുനലൂർ, സുജീഷ് പുറമേരി, അനിയട്ട സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാസിർ വാസിം, മാധവൻ നായർ, ശ്രീലേഷ് ശ്രീധരൻ,
ആ മറ്റൊരു ഗായകനാണ് ശ്രീലേഷ് ശ്രീധരൻ. ഫ്രണ്ട്സ്. നമുക്ക് അടുത്ത് തന്നെ നമ്മൾ സിംഫണിയിൽ ഓക്കെ മനോഹരമായ ഗാനങ്ങളുമായി അദ്ദേഹം എല്ലാവർക്കും താങ്ക്സ് എത്തുന്നതാണ്. പറയും. അതുപോലെ മധുവൻ ഖുസ്ബു പാടുമോ എന്ന് ശ്രീലേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുധാകരൻ ആലക്കോടൻ നൈസ്. ഷീജു കുര്യാക്കോസ് ഗുരീതര ഗാവ് ബഡാ പയാര. നാസിർ വാസിം അറിയുന്ന ആളാണോ? ഓക്കെ. സുജീഷ് പുറമേരി വന്നിരിക്കുകയാണ്. എന്റെ അനിയന ബോംബെയിലെ. ബോംബെ എന്നൊക്കെ ആളുകൾ. അപ്പൊ ബോംബെയിലൊക്കെ മികച്ച നല്ല ആരാധകരല്ല. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ഓൺലൈനിൽ വന്നിട്ടുണ്ട് തോന്നുന്നു, അനിലുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമസ്കാരം. നമസ്കാരം അല്ലേ. നമസ്കാരം അത്തയ്ച്ച, എന്തൊക്കെയുണ്ട് വിശേഷം? ഒത്തിരി സന്തോഷം. ആദ്യം തന്നെ പുതുവത്സരത്തിന്റെ എല്ലാവിധ ആശംസകളും. റേഡിയോ രംഗിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ശ്രീ മത്തായിച്ചൻ. താങ്ക് യു സർ. ഏതായാലും റേഡിയോ രംഗിൽ ആദ്യമായി കടന്നു വന്നതിന് നന്ദി. നമ്മൾ അനിലിന്റെ പാട്ടിനോടൊപ്പം താങ്കളുടെ പാട്ടും കൂടെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അനിലിനെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി നാളുകൊണ്ട് അനിലിനെ അറിയാം. നല്ലൊരു സിംഗറാണ്, നല്ലൊരു വ്യക്തിത്വത്തിന്റെ ആളുകൂടിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. നിങ്ങളുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരട്ടെ. താങ്ക് യു. റേഡിയോ രംഗിന്റെ സുഹൃത്തുക്കളോട് എല്ലാവർക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ റേഡിയോ രംഗിന്റെ ഫോളോ ചെയ്യുക. ഈ നിരവധി പരിപാടികൾ, ഓരോ ഗായകരെ, മികച്ച ഗായകരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. നല്ല ഗായകൻ. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പാടാനിപ്പോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാടിക്കുന്നുണ്ട് നമ്മള്. അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ആദ്യം തന്നെ മത്തായിച്ചനെ റേഡിയോ രംഗിന്റെ ലിസണേഴ്സിനൊന്ന് പരിചയപ്പെടുത്തും. അനിൽ പരിചയപ്പെടുത്തും ഏതായാലും ആരാണ് എന്താണെന്നൊക്കെ. എന്റെ പേര് റൈസൻ മാത്യു എന്നാണ്. ബഹ്റിനിലാണ്. കുറച്ച് വർഷമായി ബഹ്റിൻ വന്നിട്ട്. ഓക്കെ. കേരള കാത്തലിക് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് വോളിബോളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട്. തീർച്ചയായും ഇവിടെ മിനിസ്ട്രിയിൽ ജോലി ചെയ്തു. ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് ഞങ്ങൾ അനിലിന് വേണ്ടിയിട്ട് നിങ്ങൾ പാടുന്നതെന്ന്? മത്തായിച്ചൻ ഒരു പാട്ട് പാടി. ഒരു പാട്ട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ. എന്തു മൊഴിയുവാനുണ്ടാകും മഴയ്ക്കെന്നോടു മാത്രമായി, ഏറെ സ്വകാര്യമായി സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണ് എന്റെ ജനാല കണ്ണരികിൽ, ഇളം കുങ്കുമക്കാറ്റിന്റെ ചിറകിൽ. എന്തു മൊഴിയുവാനുണ്ടാകും മഴയ്ക്കെന്നോടു മാത്രമായി, ഏറെ സ്വകാര്യമായി. പണ്ടു തൊട്ടേ എന്നോടിഷ്ടമാണെന്നാവാം പാട്ടിൻ പ്രിയമെന്നുമാവാം, എന്നോ പഠിച്ചു മറന്നരാഗം പിന്നെയാവാം ആർദ്രമൗനം വാചാലമാവാം. എന്തു മൊഴിയുവാനുണ്ടാകും മഴയ്ക്കെന്നോട് മാത്രമായി, ഏറെ സ്വകാര്യമായി. താങ്ക് യു. അപ്പൊ കവിതയോടാണ് ഇഷ്ടമല്ലേ മത്തായച്ചന്? ഇത് ആക്ച്വലി കവിതയല്ല, ഇത് ഒരു ആൽബം സോങ് ആണ്. ഓക്കെ. നമ്മുടെ വിധു പ്രതാപ് പാടിയിട്ടുള്ള ഒരു ആൽബം സോങ്. അല്ല, ആൽബം സോങ് ആയി പോയാലും അതൊരു നല്ലൊരു മനോഹരമായ കാവ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ. അനിലിനെ എത്ര കാലമായി അറിയാം? അനിലിനെ കുറെ വർഷമായിട്ട് അറിയാം. ഒരു 10-15 വർഷത്തോളം, 10 വർഷം ആയിട്ടുണ്ടാവും അനിലുമായിട്ട്. അനിൽ മാത്രമല്ല, ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ നമ്മുടെ ബഹറിലെ, ഒരുപാട് സുഹൃത്തുക്കൾ. അതിലേറ്റവും അടുത്ത സുഹൃത്തായിട്ട് അനിലാണുള്ളത്. ഒത്തിരി സന്തോഷം. അനിലൊക്കെ ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാമിൽ കൂടെ കാണാൻ പറ്റുന്നതൊക്കെ കാണുന്നത് എന്ത് സന്തോഷമാണ്. അനിലിനെ മാത്രമല്ല, ഇതുപോലെ നല്ല നിരവധി ഗായകരെ ഞങ്ങൾ ഇതുപോലെ സിംഫണിയിലൂടെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കും പരിചയമുള്ളവരുണ്ടെങ്കിൽ പറയുക. നമ്മൾ സിംഫണിയിലൂടെ നമ്മൾ അവരുടെ മികച്ച പ്രകടനങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും. നന്ദി. താങ്ക് യു മത്തായിച്ച.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി Thank you. മച്ച്. ആക്ച്വലി ഞാൻ ക്ലബിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു വോളിബോൾ. അപ്പം ഇങ്ങനെ അനിൽ വിളിച്ചതിന്റെ പേരിൽ ഒന്ന് ജോയിൻ ചെയ്തതാണ്. എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു. നിങ്ങൾ അപ്പൊ അവിടെയുള്ളവരുടെ എല്ലാവരോടും ഞങ്ങൾ കുറച്ച് നേരം കൂടി ഉണ്ടാവും. എല്ലാവരോടും പറയുക, ഈ പരിപാടി ലൈവായിട്ട് തന്നെ കാണാൻ പറയുക. തീർച്ചയായിട്ടും രാജീവ്, ഒത്തിരി സന്തോഷം. ഓക്കെ Thank you. സർ, താങ്ക് യു വെരി മച്ച്. എല്ലാവിധ ആശംസകളും. നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. അപ്പോ നല്ലൊരു ആസ്വാദകൻ അല്ലേ? ആസ്വാദം മൂപ്പർ പാടുകയും ചെയ്യും, എന്റെ ഒരുമിച്ച് പാടുകയും ചെയ്യും ചില സമയത്ത് കേരി. അതല്ലേ? മൂപ്പറെ എന്നോട് കേരെ പാടി തന്നെ പറയും സുനൈന പാടാൻ വേണ്ടിട്ട്. സുനീന രണ്ടുപേരും പാടൂ. आज इन नजारों को तुम देखो, ओ आज इन नजारों को तुम देखो, और मैं तुम्हें देखते हुए देखूं, मैं बस तुम्हें देखते हुए देखूं. നമുക്കപ്പോ അടുത്ത പാട്ടിലേക്ക് പോവാം. ഓക്കെ. ഏതാണ്? പിന്നെ കുറെ തമിഴ് വേണം. തമിഴ് തമിഴ് നമുക്ക് ഹിന്ദി തന്നെ നമ്മൾ തന്നെ. എടുത്തു വെച്ചിരിക്കുന്ന മേരെ സപ്നോ കി റാണി കബി ആയേഗി തോ മേരെ ഒരു സപ്നോ. അടിച്ചുപൊളി ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഒന്ന് അടിച്ചുപൊളിയാവട്ടെ. തീർച്ചയായും. ഓക്കെ. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. प्यार की गलियां, बाहों की कलियां, सब रंग रलिया पूछ रही है, प्यार की गलियां बाहों की कलियां, सब रंग रलिया पूछ रही है, गीत पनघट पे किस दिन गाएगी तो, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. फूल से खिल के पास आ दिल के, दूर से मिल के चैन न आए, फूल से खिल के पास आ दिल के, दूर से मिल के चैन न आए, और कब तक मुझे तड़ पाएगी तो, मेरे सपनों की रानी कब आएगी तो, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया.
क्या है भरोसा आशिक के दिल का और किसी पे ये आ जाए, क्या है भरोसा आशिक के दिल का और किसी पे ये आ जाए। आ गया तो बहुत पछताएगी तो मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया चलिया तू चलिया चलिया तू चलिया। താങ്ക് യു. ഗോൾഡൻ ഹിറ്റ്. Golden hit. എത്ര കാലം കഴിഞ്ഞാലും ഇത് ഏത് വേദിയിലും ഇപ്പോഴും ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു ഗാനമാണ് ആരടി വർമ്മൻ. ഇത് എത്ര തവണ പാടിയിട്ടുണ്ടാവും? ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ദിവസം തന്നെ പലതവണ പാടുന്നുണ്ടല്ലേ? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ദിവസം മുമ്പ് എല്ലാ ദിവസം ശരിക്കും എല്ലാ ദിവസം പാടുന്ന പാട്ടായത്. നമുക്ക് അടുത്തൊരു തമിഴല്ലേ പറഞ്ഞത്? തമിഴ് കോഡ് കണക്ട് ചെയ്യേണ്ടി വരും നമുക്കൊന്ന്. പലപ്പോഴും ചില തമിഴ് നമ്മളെ കണക്ഷൻ പ്രശ്നമാറുണ്ട്. ഈ ചില അപ്രൂവ്ഡ് സോങ്സിന്റെ കറാക്കി അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. കേളടി കൺമണിയാണ്. സൗണ്ട് കുറച്ചില്ല. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ റംഗ് color your life. ലൈവിലാണ്. വെൽക്കം ബാക്ക് റേഡിയോ രംഗ് സിംഫണി. നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ രംഗിന്റെ പ്രതിവാര പരിപാടിയായ സിംഫണിയാണ്. സിംഫണിയിൽ ഇന്ന് എന്നോടൊപ്പം അനിൽ നാരായണൻ. എബ്രഹാം സാമുവൽ ന്യൂ ഇയർ വിഷസ് അറിയിച്ചിട്ടുണ്ട്. ഷീബ, താങ്ക് യു എബ്രഹാം സാമുവൽ. ഷീബ താക്കൂർ, പ്രതീക് പവിത്രൻ സിസ്റ്ററാണ് ഡൽഹിയിലെ, പ്രതീക് പവിത്രൻ, സുജീഷ് പുറമേരി, രാജൻ കെ പി, പ്രീതിക പവിത്ര ബോംബെയിൽ, ജിജിമോൾ പുനലൂർ ഈസ് വാച്ചിങ് വിത്ത് യു. അങ്ങനെ ഒരുപാട് പേർ ഓൺലൈനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നല്ല നല്ല. അപ്പോൾ അടുത്ത തമിഴ് സോങ് ആണല്ലേ? പല്ലവി അനുപല്ലവി നമുക്ക് ആസ്വദിക്കാം. ചില സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ട്. അപ്പൊ അനിലിന്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അനില്, നമ്മുടെ ബഹ്റൈനിൽ ഈ കോവിഡ് കാലം പല കലാകാരന്മാർക്കും നമ്മുടെ കോവിഡ് കാലം കടന്നു പോകാനുള്ള ഒരു എന്താ പറയാ, നിരവധി കലാകാരന്മാർ ഉപജീവനം തേടിയുള്ള യാത്രയിലാണ്. അപ്പൊ അനിൽ ഈ കാലങ്ങൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത്? എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, ഗോൾഡിന്റെ വർക്ക് ഉണ്ടായിരുന്നു. ഗോൾഡ് വർക്ക്. പിന്നെ എനിക്ക് കുറച്ച് സൗദി ഫ്രണ്ട്സ് പറയാണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ സൗദിയിലുള്ള സൗദിയിലെ നിരവധി ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ടല്ലേ? എന്റെ പാട്ട് കേൾക്കാനായിട്ട് വരുന്ന ഹിന്ദിക്കാര്, പിന്നെ
കുറെ ഹിന്ദി കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഷെയ്ഖിന്റെ ഇവിടെ തന്നെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അവരെ വില്ലയിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. റിഫേല് എങ്ങനെയാണ് ആസ്വാദകരുടെ ഒരു പലപ്പോഴും നമ്മൾ വേദിയിലുള്ള കലാകാരന്മാരെക്കാളും ചെറിയ കൂട്ടങ്ങളിലെ കലാകാരന്മാരുടെ ആസ്വാദന രീതി ഒരു വ്യത്യസ്തമായി തോന്നിയിട്ടുണ്ട് അതിൽ? അങ്ങനല്ല, നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ പാടുന്നതിലുപരി ചെറിയൊരു ആൾക്കൂട്ടത്തിന് നടുവിൽ പാടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തത എന്തെങ്കിലും? ചെറിയ വേദിയിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി പഞ്ചിങ് വരുന്നത്. അതല്ലേ, വലുതാകുമ്പോൾ ആരും കാണില്ലല്ലോ, എല്ലാരും ഒരേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് മുഖത്തോട് മുഖം ചേർന്ന് അവരെ ആസ്വദിപ്പിക്കാൻ പറ്റും അല്ലെ? എനിക്ക് ചെറിയ ചെറിയ ഇതിൽ ആ സമയത്ത് ഓരോ ഈ റെസ്റ്റോറന്റ് ബാൻഡുകൾ എന്നുള്ള കൺസെപ്റ്റ് ബഹറിൽ ഏറ്റവും കൂടുതൽ അല്ലെ? റെസ്റ്റോറന്റ് ബാൻഡ് ഒരുപാട് പേര് റെസ്റ്റോറന്റ് ബാൻഡുകളുടെ തന്നെ പാടി വരുന്നുണ്ട് അല്ലെ? അപ്പൊ അവരുമായിട്ടുള്ള അനിലിന്റെ കുറെ ഈ അത്തരം ആസ്വാദകരുടെ കൂടെ പാടുമുണ്ടാകുന്ന അനുഭവം എന്തൊക്കെയാണ്? കുറെ കൂടി ഫ്രണ്ട്ലി ആവാൻ പറ്റില്ല അവർ? നല്ല ഫ്രണ്ട്ലി ആവും. പിന്നെ നല്ല ഹെൽപ്പിംഗ് ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം വരെ എനിക്ക് കോൺടാക്ട്സ് 10-15 കൊല്ലം മുംബൈയിലെ കോൺടാക്ട്സ് ഇപ്പോ അത് സെയിം ഇത് റിലേഷൻ ഇപ്പൊ ഉണ്ട്. ഞാൻ എവിടെ പാട്ട് പാടുന്നുണ്ടെങ്കിൽ അവർ എന്തായാലും തീർച്ചയായിട്ടും അവിടെ വരും. കുറെ ബാരൻ ഫ്രണ്ട്സ് ഉണ്ട്, മാത്യു ഇതെല്ലാം, ഇവരെല്ലാം കുറെ പാട്ട് വെക്കാൻ ഞാൻ തന്നെ വിളിച്ചാൽ തന്നെ അവർ ഇപ്പോഴത്തെ മത്തായിച്ചനെല്ലാം റോയ്ച്ചനെല്ലാം എല്ലാം വന്നു കഴിഞ്ഞാല് എന്റെ സ്പെഷ്യലായിട്ട് പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ഹിന്ദി പാട്ട്, സ്പെഷ്യലി ഹിന്ദി പാട്ട് കേൾക്കാൻ വേണ്ടിട്ട്. അനിൽകുമാർ ഡി, ഗുഡ് ഗോയിങ് മിസ്റ്റർ അനിൽ ആൻഡ് രാജീവ്. അനിൽകുമാർ ബി, RJ വിക്കി, ഓൾ ദി ബെസ്റ്റ് അനിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പാട്ട് റെഡിയാണോ? അപ്പൊ നമുക്ക് അടുത്ത ഈ പാട്ടിലേക്ക് കിടക്കാം. കേളടി കൺമണി பாடதன் சந்ததி நீதை கேட்பதா நெஞ்சிலோ நிம்மதி நாள் முழுதும் பார்வை நான் எழுதும் ஓர் கதையே உனக்கு நான் கூறு கேளடி கண்மணி பாடதன் சந்ததி நீதை கேட்பதா நெஞ்சிலோ நிம்மதி. എന്നാலும் தானே விருந்தாவது பிறக்காக நான் பாடும் திரள் பாடல்தான் என்னாலில் தானே நான் இசைத்தேனம்மா எனக்காக நான் பாடும் முதல் பாடல்தான் காணல் நீரா தீண்டாத தாகம் கங்கை நீரா தீந்தானடி பால் போனை பாதைகள் நான் போன போதும் கை சேர்த்தும் நீதானே மை சேர்த்த மாது கேளடி கண்மணி பாடதன் சந்ததி நீதன் கேட்பதா நெஞ்சிலோ நிம்மதி. ഗാനമായിരുന്നു അനിലിന്റെ. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അനിലിന്റെ പാട്ടുകള് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഏത് പാട്ടുകൾ പാടുമ്പോഴും ഹിന്ദിയോട് തന്നെയാണ് കൂടുതൽ ആഭിമുഖ്യം പുലർത്താല്ലേ? മലയാളം പാട്ടുകളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അടിപൊളിയാണ്, മെലഡിയാണ്? മെലഡി എനിക്ക് ഇഷ്ടം മലയാളത്തിന്റെ. മെലഡി മലയാളത്തിലെ ഏതെങ്കിലും മെലഡി പാടാമോ? നിലാവേ മായുമോ. നിലാവേ മായുമോ കരോക്കെ റെഡിയാണോ? നിലാവേ മായുമോ കരോക്കെ ഇല്ലാതെ അത് പാടിയിട്ടുമ്പോഴേക്ക് നമ്മുടെ കരോക്കെ റെഡിയാവും. എനിക്കതിന്റെ ലിറിക്സ് അറിയില്ല. മലയാളം വായിക്കാൻ തന്നെ കുറച്ചൊരു വിഷമ. നോക്കട്ടെ. ഇത് നല്ലൊരു നൊസ്റ്റാൾജി ഫീലിംഗ് ആയി ഈ പാട്ട്. നിലാവേ മായുമോ കിനാവും നോമാ ഇളം തേൻതെന്നലായി തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ മായുമോ കിനാവും നോമാ. മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കോടി പൂത്ത കാലം തുള്ളിത്തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാടും നിലവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുമ്പേ ദൂരെ ദൂരെ മറയാതെയന്നു നീ മാഞ്ഞു പോയില്ലേ. നിലാവേ മായുമോ കിനാവും നോമായി. ഇതും അതുപോലെ തന്നെ നല്ലൊരു കുറെ കാലമായി മനസ്സിൽ നിൽക്കുന്ന ഒരു ഗാനമായിരുന്നു. അനിൽ ഈ ജോലി സമയത്തിനിടയിൽ ഈ പാട്ടിന് പഠിക്കാനുള്ള സമയം എങ്ങനെ കണ്ടെത്തുന്നു? പാട്ട് പഠിച്ചു പറഞ്ഞാൽ ചെറുപ്പത്തിൽ കുറെ കേൾക്കും. അമ്മ ഈ സിലോണിലെ പാട്ടെല്ലാം വെക്കും. അപ്പൊ ആ സമയത്ത് ഹിന്ദി, അപ്പൊ ഹിന്ദി അങ്ങനെ കേട്ട് 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 ഇങ്ങനെ പഠിച്ച് ഇപ്പൊ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി ഒരു പാട്ട്, അപ്പൊ പിന്നെ പാടും. അത് ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഹിന്ദിയൊക്കെ ബൈഹാട്ടാണ്. ഹിന്ദി പാട്ടുകളൊക്കെ ഏകദേശം കുറച്ച് ഒരു 2000 മേലെ പാട്ടെല്ലാം 2000 പാട്ടെല്ലാം അറിയാം. കൂടുതൽ പാടുന്ന കിഷോർ കുമാർ, മുഹമ്മദ് റഫി, മുകേഷിന്റെ. റാഫി സാഹിബിന്റെ ഏത് പാട്ടാണ് സാധാരണ? റാഫി സാഹിബിന്റെ ഭയങ്കര റേഞ്ചുള്ള പാട്ട്, ഭയങ്കര ബഹാർ ഫുൾ ബർസാവോ, പിന്നെ അങ്ങനെ കുറെ നല്ല നല്ല പാട്ടുണ്ട്. നമ്മുടെ രണ്ടുപേരും പാണ്. ബഹാറു ഫൂൽ ബർസാവോ മേരാ മെഹബൂബ് ആയാ ഹൈ, मेरा महबूब आया है. हवाओ रागनी गाओ मेरा महबूब आया है, मेरा महबूब आया है.
അത് വന്ന് ഷോർട്ടിൽ വരുന്ന സമയത്ത് ഓരോരു ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള പാട്ടല്ല ഇത് വേണ്ടി. പിന്നെ ഫാസ്റ്റ് നമ്പേഴ്സ്, മുഹമ്മദ് റഫീന്റെ ഫാസ്റ്റ് നമ്പേഴ്സ്, പിന്നെ മുകേഷിന്റെ മെലഡി ഉണ്ടാവും, പഴയ രാജ് കപൂർ സാറിന്റെ എല്ലാം. അതെല്ലാം മലയാളം പടത്തിൽ ഉണ്ടല്ലോ, രാജ് കപൂറിന്റെ പാട്ട്, മോഹൻലാൽ പാടുന്ന, തിലകൻ പാടുന്ന പാട്ടിലെ ഒരു വടിയെല്ലാം ചുട്ടിട്ട് കിൽക്കത്തല്ലേ. मेरा जूता है जापानी, ये पतलून इंग्लिस्तानी, सर पे लाल टोपी रूसी, फिर भी दिल है हिंदुस्तानी. मेरा जूता है जापानी, निकल पड़े हैं खुली सड़क पर, अपना सीना ताने, अपना सीना ताने. എവർഗ്രീൻ സോങ്സ് അത്. പിന്നെ മേരാ നാം ജോക്കർ, जाने कहाँ गए वो दिन, कहते हैं तेरी राह में, नजरों को हम बिछाएंगे. അങ്ങനത്തെ കുറെ അനിലിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ ആവശ്യപ്പെട്ട ഒരു പാട്ടിരിക്കുകയാണ്, കുച്ചിന കഹോ. അപ്പോ നമുക്ക് ആ പാട്ടിലേക്ക് കിടക്കാം. कुछ ना कहो, कुछ भी ना कहो, कुछ ना कहो, कुछ भी ना कहो, क्या कहना है, क्या सुनना है, मुझको पता है, तुमको पता है, समय का ये पल थम सा गया है, और इस पल में कोई नहीं है, बस एक मैं हूँ, बस एक तुम हो. कुछ ना कहो, कुछ भी ना कहो, गहरे हल्के शाम के रंग है चलके, पर्वत से यूं उतरे बादल, जैसे आंचल डल के. कितने गहरे हल्के शाम के रंग है चलके, पर्वत से यूं उतरे बादल, जैसे आंचल डल के, और इस पल में कोई नहीं है, बस एक मैं हूँ, बस एक तुम हो. कुछ ना कहो, कुछ भी ना कहो. വളരെ മനോഹരമായ താങ്ക് യു ഒരു മെലഡി ആയിരുന്നു. കുമാർ ഷാനുണ്ട്, ആർ ഡി ബർമ ലാസ്റ്റ് കമ്പോസിംഗ് ആയത്, ആർ ഡി ബർമന്റെ ലാസ്റ്റ് കമ്പോസിംഗ്.
ഇത്തരം പാട്ടുകൾ നമ്മൾ അറിയാതെ മറ്റേ നമ്മുടെ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകും അല്ലെ? നമ്മുടെ അല്ലെങ്കിൽ സ്കൂൾ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ഒരു അല്ലെ ഇതെല്ലാം കേട്ടാലേ പണ്ടത്തെ ഇതില് ഒരു ഫീലിങ്സ് നിരവധി പേരാണ് നമ്മുടെ ആപ്പിലൂടെയും കടന്നു വന്നിരിക്കുന്നത്. റേഡിയോ രംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർ നിരവധി പേർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ ബാബു, ഗോവർദ്ധൻ, എല്ലാവരും പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗദിയിൽ നിന്നുള്ള നിരവധി സുഹൃത്തുക്കൾ, അതുപോലെ ശ്രീറാം, പത്മിനി നാരായണൻ, വിജിഎസ്, എല്ലാവർക്കും താങ്ക്സ്. അവരൊക്കെ റേഡിയോ രംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷിബിൻ, വിനോദ്, ഹായ് വിനോദ്, കിരൺ, ഭരതൻ നീലേശ്വരം, സുനിൽകുമാർ പുതിയൂർ, സജയ് സാജി, എല്ലാവർക്കും റേഡിയോ രംഗിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. എന്തായാലും നമ്മൾ നേരത്തെ കുറച്ച് സുഹൃത്തുക്കൾ സർപ്രൈസ് ആയി ലൈവിൽ വരാമെന്ന് ഏറ്റിരുന്നു. പക്ഷെ പലരും സൗദിയിൽ നിന്നുള്ളവർക്ക് ഇന്റർനെറ്റിന്റെ പ്രോബ്ലം കാരണം വരാൻ കഴിയുന്നില്ല. നമുക്ക് അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടി ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഏതാണ് അടുത്ത പാട്ട്? നമുക്കൊരു പാട്ട് പാടിച്ചിട്ട് വിടുന്നുള്ളൂ, വൈൻഡപ്പ് ചെയ്യാം. ഷുക്കർ മേരെ മൻ കോ. ഏതാണ്? ഷുക്കർ മേരെ മൻ കോ. ഷുക്കർ മേ മൻ കോ. എല്ലാരും മനസ്സിന് ഹൃദയത്തോട് ഇല്ല ഒരു പാട്ടാണ്. ഹൃദയത്തോട് ചേരുന്നൊരു പാട്ട്. നമുക്ക് പലപ്പോഴും ഈ കരോക്കെ പ്ലേ ചെയ്യുമ്പോഴുള്ള ചില സാങ്കേതികമായ ചില തടസ്സങ്ങൾ, നമ്മൾ അപ്രൂവ്ഡായ കരോക്കകൾ മാത്രമേ ഫേസ്ബുക്കിൽ. കോൾഡ് ആയതുകൊണ്ട് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഭയങ്കരമുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കുക. നേരത്തെ തന്നെ 2 കാര്യം പറഞ്ഞിരുന്നു, മലയാളത്തിന്റെ കാര്യവും ഈ ത്രോട്ട് പെയിന്റ് കാര്യം. ഏറ്റവും മെയിൻ സാധനം പറഞ്ഞ് ഞാൻ പറയാൻ മറന്നുപോയി. ഏതാണ്? ബോംബെയില് ഞാൻ ഷൂട്ടിങ്ങിന് പോയ വളരെ മറക്കാനാവാത്ത ഒരു അനുഭവം അനില് നേരത്തെ പങ്കുവച്ചിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ലൈവിൽ വന്നപ്പോൾ അക്കാര്യം നമ്മൾ പാട്ടിന്റെ ഇടയിൽ വിട്ടുപോയി. എന്താണ് അത് നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കുക. നമ്മളൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പഞ്ചാബി ഫ്രണ്ട്സാ. അവര് റെക്കോർഡിംഗ് സെന്ററിലാണ് പണിയെടുക്കുന്നത്. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ വീട്ടിൽ പാട്ട് പാടിയതുകൊണ്ട് അവർ പറഞ്ഞ് നമുക്ക് 2 പാട്ട് പാടാന്ന് പറഞ്ഞു. അപ്പൊ അവരൊരുമിച്ച് പോയി. ഞാൻ സ്റ്റുഡിയോയിൽ, അന്തേരിയില്ല സ്റ്റുഡിയോ, അന്തേരിയിലെ സ്റ്റുഡിയോ. അപ്പൊ ധർമ്മേന്ദ്രന്റെ സ്റ്റുഡിയോ, ധർമ്മേന്ദ്ര സ്റ്റുഡിയോ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഒന്നും ഒരു ഇതെല്ലാം മൈക്കോ ഇതെല്ലാം ഹെഡ്ഫോണെല്ലാം തന്നിട്ട് എനിക്കൊന്നും തിരിയുന്നില്ല. അപ്പൊ പറഞ്ഞ് ധൈര്യത്തിൽ പാടിക്കുന്ന അറിയും. അപ്പൊ 2 കിഷോർ കുമാറിന്റെ പാട്ട് പാടി. അപ്പൊ അവിടുന്ന് ഏതൊരു ശബ്ദം വന്ന്, ഒരു ഫീമെയിൽ ശബ്ദം വന്ന്, അല്ലെങ്കിൽ 2 പാട്ടും കൂടി പാടുന്ന പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ 2 പാട്ട് പാടി. അപ്പൊ ഞാൻ പുറത്ത് വന്ന സമയത്ത് ഇവര് ചങ്ങായിമാരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. പറഞ്ഞു നിന്നോട് ആരാ പാടാൻ പറഞ്ഞെന്ന് കാണണം. ദേവി, സരസ്വതി ദേവി, ലതാ മങ്കേഷ്കറിന്റെ മുന്നിൽ പാടാൻ ലതാ മങ്കേഷ്കർ പറഞ്ഞു. അപ്പൊ ആ ഫസ്റ്റ് അച്ചീവ്മെന്റ് ഉണ്ടല്ല ഇതില്, ആ സമയത്ത് അപ്പൊ ഓരോരു കൈ തന്ന് തലയിൽ വെച്ച്, നല്ല വോയിസാ, പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ എന്തായാലും ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ലോസ് ഒന്നും ഇല്ല. ഇങ്ങനെ ഇത് സംഗീതം കൊണ്ട് പ്രവാസം പലരെയും അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാട്ടിൽ വന്നുകൊണ്ട് എനിക്ക് ലോസ് ഒന്നും ആയിട്ടില്ല. നല്ല ഓർമ്മകളും നല്ല സുഖങ്ങളും മാത്രമേ സമ്മാനിച്ചു. ഫാമിലി ഇത്രയും നല്ല രീതിയിൽ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റി. ഈ നാട്ടിനൊരു എന്താ പറയണ ഒരു വലിയൊരു നമസ്കാരം. അത് ബഹ്റിന്റെ ഒരു പ്രത്യേകതയാണ്. ആരെയും പ്രത്യേകിച്ച് ബഹ്റിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ കലാകാരന്മാരെ കൈവിടാത്ത ഒരു രാജ്യമാണ് ബഹ്റിൻ. മാത്രമല്ല സൗദിയിലുള്ള നിരവധി മലയാളികൾ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്, ബഹ്റിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് സൗദി തന്നെ. അതുകൊണ്ട് തന്നെ ബഹ്റിൻ പ്രവാസികളുടെ സപ്പോർട്ടും എപ്പോഴും സൗദി മലയാളീസും കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ ഹായ്. സൗദിയിൽ മാത്രമല്ല, ബഹ്റിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള റേഡിയോ രംഗ് ശ്രവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന
എല്ലാവർക്കും വലിയൊരു ഹായ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സിംഫണിയിലെ അവസാനത്തെ ഒരു ഗാനത്തോടുകൂടി ഞങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് പോവുകയല്ല, മറ്റൊരു കലാകാരനുമായി എത്തുന്നത് വരെ. അതുപോലെ നിങ്ങളുടെ ആഴ്ചയിലെ എല്ലാ ദിവസവും 7 മണിക്ക് ഞങ്ങളുടെ വിവിധ പരിപാടികളുമായി റേഡിയോ രംഗിലുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ലൈവ് വരുന്ന സമയത്ത് ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും എല്ലാവരും ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, യൂട്യൂബ് ലൈക്ക് ചെയ്യുക. അപ്പൊ അനിലിന്റെ എല്ലാവരും എന്റെ പാട്ട് കേട്ട് എല്ലാവർക്കും എന്റെ താങ്ക്സ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇന്നത്തെ പരിപാടിയിലെ അവസാനത്തെ പാട്ട് मेरे मन को किया तूने क्या इशारा, छूकर मेरे मन को किया तूने क्या इशारा, बदला ये मौसम लगे प्यारा जग सारा, छूकर मेरे मन को किया तूने क्या इशारा, बदला ये मौसम लगे प्यारा जग सारा, छूकर मेरे मन को किया तूने क्या इशारा. जो कहे जीवन भर तेरे लिए मैं गाऊं, तेरे लिए मैं गाऊं, गीत तेरे बोलों पे लिखता चला जाऊं, लिखता चला जाऊं, मेरे गीतों में तुझे ढूंढे जग सारा, छूकर मेरे मन को किया तूने क्या इशारा, बदला ये मौसम लगे प्यारा जग सारा, छूकर मेरे मन को किया तूने क्या इशारा. आजा तेरा आंचलिए प्यार से मैं भर दूं, प्यार से मैं भर दूं, खुशियां जहां तन की तुझको नजर कर दूं, तुझको नजर कर दूं, तू ही मेरा जीवन, तू ही जीने का सहारा, छूकर मेरे मन को किया तूने क्या इशारा, बदला ये मौसम लगे प्यारा जग सारा, छूकर मेरे मन को किया तूने क्या इशारा. അപ്പൊ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സിംഫണിയിൽ നിന്ന് ഇന്ന് ഞാൻ വിട പറയുന്നു. രാജീവ് വെള്ളിക്കോത്ത്.
എന്നോടൊപ്പം അനിൽ. നന്ദി, നമസ്കാരം. താങ്ക് യു. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി